മരിയൻ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അമ്മയുടെ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അപ്പം അമ്മ എന്താണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ അമ്മ റീസണബിളായിട്ട് ചോദിക്കും, എന്താണ് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലുക്ക 1:34 നമ്മൾ ഇടയ്ക്ക് ധനിക്കുന്നതാ. അപ്പോഴതിന് മറുപടി പറയും, എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. എന്നിട്ട് പിന്നീട് അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിച്ച ഇടങ്ങളെ മാതൃക കാണിക്കും, ടീച്ചിങ് എയ്ഡ് കാണിക്കും. മാതൃക ആരാണ് മാതൃക എന്ന് പറയണത്? എലിസബത്താണ് മാതൃക. അടയാളം കാണിക്കും. എന്നിട്ട് എന്ത് പറയും? നിന്റെ ചാർച്ചക്കാരിയല്ലേ എലിസബത്ത്, അവൾ വൃദ്ധയല്ലേ എന്ന് ചോദിക്കും. അവൾ വന്ധ്യയല്ലേ? രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. എലിസബത്തിൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് 2 ഇംപെഡിമെൻറ്റ്സ് വരും. എന്താണ്? ഒന്ന്, അവർ വൃദ്ധ. രണ്ടാമത്തത് വന്ധ്യ. വൃദ്ധയും വന്ധ്യയുമല്ലേ? അപ്പം നടക്കാത്ത വിഷയമാണെന്നർത്ഥം. ഇപ്പോഴേ ഒരു കുഞ്ഞ് സാക്ഷ്യം, ജൂലിയ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ജൂലിയ ICCRൻ്റെ എക്സാമാണ്. അപ്പോഴതെന്ന് പറയണത് അവൾ പറഞ്ഞു ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, പക്ഷെ ഞാൻ എക്സാമിന് പോയപ്പോൾ കൂട്ടുകാരെന്നെ കളിയാക്കി. എന്താ കാര്യം? പ്രാർത്ഥന കൊണ്ട് വലിയ കഥയൊന്നുമില്ല, മര്യാദക്ക് പഠിച്ച ബുദ്ധി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് പറ്റത്തുള്ളെന്ന് പറഞ്ഞു. ആ ചോദ്യം ഡയലോഗ് ഉണ്ടാ കൂട്ടുകാരത്തെ അവളോട് പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ഈ ICCR ഒക്കെ പഠിക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം, അതിനുള്ള കഴിവുണ്ടാകണം. അപ്പോഴേ അവളെന്നാ പറഞ്ഞത്? അവളുടെ കഴിവെന്താ? നമ്മളുടെയൊക്കെ കഴിവ്, വിശ്വാസയുടെ കഴിവെന്താ? കർത്താവാണ് കഴിവ്. നമുക്ക് മിനിമം ബുദ്ധി എല്ലാവർക്കും കർത്താവ് ജനിച്ചപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള വിശ്വാസയുടെ കഴിവെന്താ? അവൻ്റെ അതാണ് നോട്ട് ബൈ മെറിറ്റ്. അതായത് എഫെസ്യസ് 2:8 ഉടമ്പടിയുടെ മർമ്മമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല, എൻ്റെ കൃപയാൽ. കൈയടിച്ച് കർത്താസുരേ ഞങ്ങളുടെ യോഗ്യതയിലാണല്ലോ, ഞങ്ങളുടെ കുറവുകളിലും ബലഹീനതകളിലും കർത്താവയുടെ കൃപ ചൊരിയുന്നുണ്ടല്ലോ. അവിടുത്തെ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് ഞങ്ങളുടെ യോഗ്യതയല്ല. വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കൃപയാലേ കൃപയാലനുദിനവും പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ നമ്മുടെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. പിന്നെ പ്രസവമൊന്നുമില്ലല്ലോ. പറഞ്ഞ മനസ്സിലായല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം, വേറെ കുഴപ്പമില്ല. നിനക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ അംഗീകരിക്കണം. അതാണ് തോമാശ്ലീഹ പറയണത്. തോമാശ്ലീഹയുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം. But you should faith.
വാട്ട് ഷുഡ് ബിലീവ്, നീ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് സെൻറ് തോമസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 1:28. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ വിശ്വാസി വിശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ കർത്താവാണ്. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവമാണെന്ന്. ഈ ദൈവത്തിൽ വ്യക്തിപരമായ പേര് നമ്മളുടെ എൻ്റെതെന്ന് ചേർക്കുന്നത് ആരാ? ഈശോൻ്റെ കാലത്തിന് ശേഷം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ബന്ധമാണ് തോമാസ് ശ്ലീഹ ആ വാതിൽ തുറന്നിരിക്കേണ്ടത്. കൈ ഇടിച്ച് കർത്താൻ എന്റെ കർത്താവേ, എന്റെ യഹോവേ, അങ്ങ് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, അധിക വിശ്വാസം നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യഹോവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരങ്ങൾ നീട്ടി. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എല്ലാവരും എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്ന ചിന്തയതിൽ ഏകമന്ത്രവുമായി സന്നിധാനത്തിൽ ഞാൻ വരുമ്പോൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കർത്താവ് എന്നാണ് വിശ്വാസം. അതൊക്കൊന്നും എൻ്റെ ചേർക്കണം, സ്നേഹം ചേർക്കണം എന്നർത്ഥം. പ്രാർത്ഥനയ്ക്കെല്ലാം വേണ്ട ഒരു സമവാക്യമാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റു പറയേണ്ടതാണ് രക്ഷ പ്രാപിക്കാനുള്ള ആദ്യ നടപടി, അല്ലേ? റോമാ 10:9 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞ് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും. അതാണ് നൈയാമിക അർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനുള്ള, യേശുവിനെ പ്രാപിക്കാനുള്ള പ്രാഥമികമായ നടപടി. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ മുമ്പ് എൻ്റെ ചേർക്കണം. വെറുതെ കർത്താവാണെന്ന് പറയരുത്. അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിറക്ക് താമസിക്കാൻ കാരണം. യേശു എൻ്റെ കർത്താവാണെന്ന് പറയണം. ചുമ്മാ കർത്താവാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആരാണ് എന്ന് പറഞ്ഞ? യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്. കൈ അടിച്ച് കർത്താവാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, എന്റെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്ന ചിന്തയതിൽ സന്നിധാനത്തിൽ ഞാൻ വരുന്നു. ചേർന്ന് പാടാം.
എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ. Praise the Lord. Praise the Lord. അപ്പോൾ വിശ്വാസം കേവലമായ സാങ്കേതിക വിശ്വാസമുണ്ട്, പിന്നെ ആത്മബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്നേഹനിർഭരമായ വിശ്വാസമുണ്ട്. ഏതാണ് പ്രവർത്തനക്ഷമമാകണത്? ഗലാത്യർ 5:6 സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിച്ച് കിടത്താണ്. Hallelujah, 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 hallelujah. Thank you, Jesus. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തോമാശ്ലീഹയുടെ സുവിശേഷ വിശ്വാസ ഭാഷ്യം എന്താണ്? വിശ്വസിക്കുന്നവൻ സ്നേഹത്തോടെ വിശ്വസിക്കുക. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന് വലിയ പ്രസക്തി ഇല്ല. മനസ്സിലായില്ലേ? സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് വിശ്വാസം അടയാളം അന്വേഷിക്കും. എന്താ കാര്യം? രാജസേവകന്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കർത്താവ് നേരിട്ട് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അടയാളങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ എന്ന്, അല്ലേ? യോഹന്നാൻ 4:48 വിശ്വാസം അടയാളം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, സ്നേഹം അടയാളം അന്വേഷിക്കത്തില്ല. Why we are following Marian brand of faith? എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ മാതൃകയിലുള്ള വിശ്വാസം അന്വേഷിക്കുന്നത്? അമ്മയുടെ വിശ്വാസം സാങ്കേതിക വിശ്വാസമല്ല. അമ്മയുടെ വിശ്വാസം സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അമ്മയോട് പറഞ്ഞാണ്, നിനക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി എലിസബത്തിൻ്റെ വയറ് കാണാമെന്ന് പറഞ്ഞതാണ്. അതാണ് സംഭവം. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ എലിസബത്തിനെ 3 മാസം അമ്മ എലിസബത്തിനെ, ഇളയമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. ബൈബിളില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഭക്ത ക്രിസ്ത്യാനി അമ്മയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയതായിരിക്കുമെന്ന് നമ്മൾ സപ്പോസിങ് കരുതുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ശുശ്രൂഷിക്കാൻ പോയതാണെങ്കിൽ പ്രസവിച്ചിട്ട് പോന്നാൽ പോരായിരുന്നാന്ന് ചോദിച്ചു. ശരിയല്ലേ? പ്രസവ കാര്യത്തിന് വേണ്ടി ഗർഭിണികളെ കാണാൻ പോകുന്നവരും ശുശ്രൂഷിക്കാൻ പോകുന്നവരും ഇപ്പം കാനഡയിലേക്ക് സ്വിറ്റ്സർലൻഡിലേക്കും ഒക്കെ മക്കളുടെയും മരുമക്കളുടെയും പ്രസവത്തിന് പോണവരെന്താ പോയാണ്? 6-ാം മാസം പോയിട്ട് 9-ാം മാസം തിരിച്ചു പോരുകയാണ്. ഇവിടെ താമസിച്ച് കൊച്ചിനൊരു 10-90 വയസ്സാകുമ്പോൾ 10-90 ദിവസം ആകുമ്പോഴാണ് നമ്മൾ പോരണത്. അപ്പം ശുശ്രൂഷ മാത്രമല്ല ഉദ്ദേശമെന്ന് മനസ്സിലായി, അല്ലേ? കറക്റ്റല്ലേ? എന്തായിരുന്നു ഉദ്ദേശം? അമ്മ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴ് മറുപടി പറയാൻ എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അപ്പോഴും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇനി സംശയമുണ്ടാ മേരി? ഞാനൊരു അടയാളം കാണിച്ചു തരാം എന്നാ പറയണത്. ഇനി സംശയമുണ്ടാ മേരി? അത്യുന്നതന്റെ ശക്തിയിൽ നിനക്ക് സംശയമുണ്ടോ? ആവസിക്കുന്നതിന് സംശയമുണ്ടോ? എങ്കിൽ ഞാൻ നിനക്ക് അടയാളം കാണിച്ചു തരാം. എന്താണ്? നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വൃദ്ധയാണ്, വാർദ്ധക്യത്തിൽ അവള് വന്ധ്യമായിരുന്നു. രണ്ട് തടസ്സങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 തടസ്സങ്ങളുണ്ടാകാം. അതുകൊണ്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ വിഷയം ദൈവത്തിൻ്റെ ശക്തി അത്യുന്നതൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചു എന്നല്ലേ കർത്താവിൻ്റെ വചനം 40:35 പുറപ്പാട് പുസ്തകം. ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ജീവിച്ച് കഴിയുമ്പോൾ we will be with the mark of covenant. നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? അത്യുന്നത ശക്തി ആവസിക്കുന്നു.
അപ്പോഴങ്ങനെ അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അറിയണം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുന്നെന്ന് അറിയണം. നമ്മളെ തന്നെ വാഗ്ദാന പേടകമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അത്തിന് ശക്തി ആവശ്യിക്കും. അത് വാർദ്ധക്യമായിരുന്നാലും ശരി, വന്ധ്യമായിരുന്നാലും ശരി, ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് കിടന്നാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മേൽ അത്യുന്നത ശക്തി ആവർത്തിക്കുന്ന പോലെ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന യേശു കർത്താവ് ജീവിക്കുന്നു. ചേർത്ത് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3:9 ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതികൾ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പം തന്നെ ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞില്ലേ, 40 ലക്ഷം കടമാണ്. 40 ലക്ഷം കടമാണ്. സഹായിക്കാനുള്ളവരെല്ലാം കല്ല് പോലെ ഇരിക്കുകയാണ്, അനക്കമില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലെല്ലാം അപ്പമാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു ബന്ധു 20 ലക്ഷം ഉടനെ കൊടുത്തു. അതാണ് കല്ലപ്പമാകണ പരിപാടി. ആ കോട്ടയത്തൊരു സഹോദരി, എൻ്റെ പേര് മെർനെന്നാണ്. പത്തനംതിട്ട വെണ്ണിക്കുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ചേച്ചിയും കുഞ്ഞുമാണ്. ഞാൻ വിദേശത്ത് ഞാൻ BSc നേഴ്സാണ്. വിദേശത്ത് ജോലി നോക്കുന്നതിൻ്റെ ഭാഗമായി ജർമ്മൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ A1 A2 കഴിഞ്ഞു. B1 ഇൻ്റർനാഷണൽ എക്സാമിന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു. 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 മാസത്തിന് അന്ന് തന്നെ ഞാൻ ഡേറ്റ് എടുത്ത് അന്ന് തന്നെ എൻ്റെ ചേച്ചി നേഴ്സാണ്, സൗദിയിൽ നിന്ന് വന്നു. പ്രസവത്തിനായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചു, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും പഠിക്കാൻ പോവാണ്, അപ്പം എന്താ ചെയ്യേണ്ടത്? എനിക്ക് പഠിത്തവും ചേച്ചിയുടെ കാര്യം കൂടെ ഒന്നിച്ച് നോക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ അവിടെ ഹോസ്റ്റലിൽ തന്നെ അല്ലേ, നീ പഠിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് അവിടെ പോയി. പക്ഷെ ഞാൻ എന്താണോ ക്ലാസ്സിന് അവിടെ ജോയിൻ ചെയ്ത് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ 3-ാം തീയതി ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു, എൻ്റെ ചേച്ചി 5-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. പക്ഷേ 10-12 ദിവസമായിട്ടും എൻ്റെ ചേച്ചിക്ക് പ്രസവ വേദനയോ ഒന്നും വരുന്നില്ല. അവിടെ അഡ്മിറ്റായി, ഇവിടെ ശേഷം അഡ്മിറ്റായ ആൾക്കാർ വരെ ഡെലിവറി ആയി പോവുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടി എന്നെക്കാളും താമസിച്ച് വന്ന ആൾക്കാർ എത്ര സന്തോഷത്തോടെ അവർ ഡെലിവറി കഴിഞ്ഞ് പോകണം, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയും ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, സമയമായില്ല, അവർ പ്രസവത്തിന് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യണേ. എൻ്റെ കൂടെ പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ചേച്ചിക്ക് മാത്രം എന്താ പ്രസവം നടക്കാത്തതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസവത്തിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രസവം നടക്കുന്നതിന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ 10-15 ദിവസമായിട്ടും പ്രസവവേദന ഒന്നും വരാത്തതുകൊണ്ട് ഡോക്ടർമാർ ഫോളീസ് ഇൻഡക്ഷൻ പ്ലാൻ ചെയ്തു. അന്ന് രാത്രിയിലുണ്ട്, തലേദിവസം രാത്രി എൻ്റെ ചേച്ചിക്ക് പ്രസവവേദന വരികയും ലേബർ റൂമിലാക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായിട്ടും 10-12 മണിക്കൂറായിട്ടും പ്രസവവേദന വന്നു. ആദ്യം ഒന്ന് വന്നു, വെള്ളം പൊട്ടിപ്പോയി. എന്നിട്ടും 10-12 മണിക്കൂറായിട്ടും സാധാരണ പ്രസവം നടക്കാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമ്മതമല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടി നിനക്ക് വേദനയുണ്ടോ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചെറിയ വേദനയുണ്ട്. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രസവം നടക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രസവം നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആരുമില്ല അവിടെ, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛൻ അങ്ങോട്ട് വയ്യാത്തതുകൊണ്ട് അച്ഛൻ നേരത്തെ അങ്ങ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് അച്ഛനെ തിരിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു, പ്രസവം വേണ്ട, ഓപ്പറേഷന് വേണ്ടി തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ഓപ്പറേഷൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. കുഞ്ഞിനെ ഞങ്ങൾക്ക് 6:30 ആയപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. കുഞ്ഞിനെ എടുത്തപ്പോൾ ഉണ്ട്, കുഞ്ഞിന് വെയിറ്റ് അധികമാണ്. 3700 ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്കാനിങ് 3500 ഉണ്ടായിരുന്നുള്ളവൻ. ഡെലിവറിക്ക് ശേഷം 3750 കുഞ്ഞിന് വെയിറ്റ്. ഒരു കണക്കിന് ദൈവാഹിതമാണ് പ്രസവം എൻ്റെ ചേച്ചിക്ക് നടക്കാഞ്ഞത്. കാരണം പ്രസവം നടന്നിരുന്നെങ്കിൽ കുഞ്ഞിന് ഷോൾഡർ ഡിസ്ലൊക്കേഷനും ചേച്ചിക്ക് ടിയർ അടിക്കുകയും ചെയ്ത് 2 പേർക്കും ബുദ്ധിമുട്ടായി മാറിയനെ. ദൈവാഹിതം കൊണ്ട് മാത്രമാണ് അത് പ്രസവം നടക്കാതെ ഓപ്പറേഷനായി മാറിയതിന് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, എൻ്റെ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്, എനിക്ക് അവിടെ പോകാനും പറ്റണില്ല, പഠിക്കാനും പറ്റണില്ല, അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്, ചേച്ചീൻ്റെ ഒപ്പം തന്നെയാണ്. അങ്ങനെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് കുഞ്ഞിന് മൂക്കിനൂടെ ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുകയാണ്.
സിസ്റ്ററെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കുഞ്ഞിനിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ അടുത്ത് പറഞ്ഞു, പാല് കുടിച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അന്ന് രാത്രി കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല, ഞങ്ങളും ഉറങ്ങിയിട്ടില്ല, 2 ദിവസത്തെ ഉറക്കളപ്പുണ്ട്. എന്നിട്ട് പോലും ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ നടന്നു. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ പീഡിയാട്രീഷ്യൻ വന്നു, കുഞ്ഞിനെ കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്തു. കുഞ്ഞിനെ കൊണ്ട് എക്സ്റേ എടുത്തപ്പം അവൻ്റെ 2 ലങ്സും ന്യൂമോണിയ ആയിട്ട് ബാധിച്ചേക്കാണ്. പെട്ടെന്ന് കുഞ്ഞിനെ ICU കയറ്റണം, ഇപ്പം തന്നെ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ICUലാക്കി ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞ് കരയുമ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 72, 71 ആ ഒരു റേഞ്ചിലാണ് കുഞ്ഞിൻ്റെ ഓക്സിജൻ്റെ അളവ് വരുന്നത്. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എത്ര നേരം വരെ നോക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ കുഞ്ഞിന് സീരിയസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിന് കൊണ്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആണുങ്ങളെ നിർത്താത്തതുകൊണ്ട് അച്ഛനെപ്പോഴും അവിടെ നിന്ന് പോയി, ഞാനും അമ്മയും മാത്രമായി, ചേച്ചിയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും വിളിച്ചിട്ട് പറയാ, കുഞ്ഞിന് ഇതുവരെ ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾ ISIലോട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇത്രയും നേരം നിങ്ങൾ പറയാതിരുന്നിട്ട് ഇപ്പോൾ പറഞ്ഞു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് പറയുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസ്ക് ഏറ്റെടുക്ക്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ തീരുമാനം എടുക്കാൻ പോലും എനിക്ക് പറ്റണില്ല, എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടണമല്ലോ, എന്താ ചെയ്യേണ്ടത്? എൻ്റെ ക്ലാസ് പോണ്, എക്സാമിൻ്റെ ഡേറ്റ് എടുത്തേക്കാണ്, 2 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ എന്താണ് ഇതിങ്ങനെ നീണ്ട് പോടേന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്തു, പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴും ചേച്ചി ഈ ഹോസ്പിറ്റലും ഞാനും അമ്മയും വേണം കുഞ്ഞിനെ കൊണ്ട് പോകാൻ വേണ്ടി. പെട്ടെന്ന് ആൻറ്റീനെ വിളിച്ചു വരുത്തി ചേച്ചിയുടെ അടുത്ത് ആളെയാക്കി. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞിനെ കൊണ്ട് ആംബുലൻസിൽ ഓക്സിജൻ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ എത്തി ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സിസ്റ്റർമാരകത്തോട്ട് കൊണ്ടുപോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബൈസ്റ്റാൻഡർ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവനെ വെന്റിലേറ്റർ ആക്കിയതാണ് കാണുന്നത്, ബൈപ്പാപ്പിൽ. ഇത്രയും ഒരു ദിവസമായി കുഞ്ഞിനെ ബൈപ്പാപ്പ് വെച്ചുകൊണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്കറിയാം വെന്റിലേറ്ററിൻ്റെ മാസ്ക് വെച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. അങ്ങനെ ഈ കുഞ്ഞ് ബൈപ്പാപ്പിലാണ് അവിടെ കിടക്കുന്ന കാണുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറം ആയിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്തൊരു പരീക്ഷണമാണ് എൻ്റെ ദൈവമേ, ഒന്ന് കഴിയുമ്പോൾ അടുത്തതുപോലെ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. എൻ്റെ ദൈവം, എനിക്ക് അവിടെ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അതാണ് വലിയ കാര്യമെന്ന് പറയണത്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം. എല്ലാവരും, ഡോക്ടർമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും വളരെ സപ്പോർട്ടായിരുന്നു. ആരും ഒന്ന് ചീത്ത പറയാവോ, നല്ല കെയറാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ദൈവത്തിനെ പോലെ ആശ്വാസകനായി. എനിക്ക് അമ്മേനെ പോലെ ICU കയറ്റാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കുഞ്ഞങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും, അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അധികമായിരിക്കും. അതേപോലെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റത്തില്ല, കുഞ്ഞിങ്ങനെ വെന്റിലേറ്ററിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലിരുന്ന ഒരു ദിവസം ഉറക്കളച്ച് ഫുൾ ടൈം ഇവനിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് കുഞ്ഞ് വെന്റിലേറ്ററിനകത്ത്. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ എനിക്ക് പേടിയായി, ഇവൻ അനങ്ങുന്നില്ല, ഒരു ദിവസമായ കുഞ്ഞാണ്, എന്താ അനങ്ങാത്ത, ഇവൻ എന്ത് പറ്റി, ഇവനെന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ, കുഞ്ഞ് അനങ്ങുന്നില്ല, വെന്റിലേറ്ററിൽ അങ്ങനെ കിടക്കുകയാണ്. ഞാനിട്ട് സിസ്റ്റർ അടുത്ത് ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾ എന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ കുഞ്ഞിന്, ഇവൻ എന്തിങ്ങനെ അനങ്ങാതെ കിടക്കണം? അപ്പോൾ സിസ്റ്റർ അടുത്ത് പറയാം, കുഞ്ഞ് അനങ്ങാതെ കിടന്നാണ് നല്ലത്, കാരണം അനങ്ങിയിരുന്നെങ്കിൽ അവനെ വീണ്ടും അടുത്ത വലിയ മാസ്കിലേക്ക് മാറ്റേണ്ട വന്നേനെ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട വന്നേനെ. അവിടെയും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ അന്ന് അവൻ അടങ്ങി കിടന്നുകൊണ്ട് അവന് ഓക്സിജനൊക്കെ ശരിയായി വന്നു. പിറ്റേ ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അന്ന് തന്നെ ഇവർ കൾച്ചറിൻ്റെ ടെസ്റ്റുകളും എല്ലാ ടെസ്റ്റുകളും വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വലിയ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഡോക്ടറെ കുഞ്ഞിന് എന്താ കുഴപ്പം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ പ്രസവം ഇങ്ങനെ താമസിച്ചുകൊണ്ടാണോ? അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക, കുഞ്ഞിന് വളരെയധികം സീരിയസ് ആണ്, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് അങ്ങനെ ചെയ്യാം, 24 മണിക്കൂർ കഴിയാതെ റിസൾട്ട് ആവാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വര ഇവിടെ തന്നെ എല്ലാം മാറണം, എന്തായാലും ഇത്ര റിസ്ക് എടുത്ത് ഇതിൽ നീ എനിക്ക് വഴി എനിക്ക് കാണിച്ചു തന്നെ, സഹായത്തിന് ഞങ്ങൾക്ക് കാര്യമില്ല, എൻ്റെ യേശുവേ നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആയി. ഒരാഴ്ച ആയതിന് മുന്നേ ഡോക്ടർ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പ്രിലിമിനറി റിപ്പോർട്ട് എടുത്താം, കൾച്ചറിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയും, എന്തായാലും പ്രിലിമിനറി റിപ്പോർട്ട് 5 ദിവസത്തിനുള്ളിൽ വരും, ആ റിപ്പോർട്ട് നമുക്ക് വാങ്ങിക്കാം, അത് വാങ്ങിച്ചാൽ അറിയാം കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൽ കൾച്ചറിന് ഇവൻ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എന്താണ് ഇങ്ങനെ വരുന്നത്? പക്ഷെ അങ്ങനെ ഇവനെ വെന്റിലേറ്ററിന് പിന്നെ ബൈപ്പാപ്പിലേക്ക് മാറ്റി, നേസൽ ഹുഡിലേക്ക് മാറ്റി, O2 മാസ്കിലേക്ക് മാറ്റി, പിന്നെ നേസൽ പ്രോക്സിൽ, അങ്ങനെ ഓരോ ഇതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് വന്നു. പക്ഷേ ഡെയിലി ഡോക്ടേഴ്സ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഇത് ഓക്സിജൻ മാറ്റിയെന്നില്ല, ഓക്സിജൻ്റെ നേസൽ പ്രോക്സ് വെച്ച് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇനി ഇവന്
കുഞ്ഞ് പാല് കുടിക്കാത്തതുകൊണ്ടാണോ ഇനി എന്താ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അമ്മേനെ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലോട്ട് ആക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കൊടുത്ത് നോക്കാം, പാല് കൊടുക്കുമ്പോൾ അറിയാം എന്താ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ ചേച്ചീനെ ഒരു ഹോസ്പിറ്റലിലോട്ട് ആക്കി. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവന് ബുദ്ധിമുട്ടൊന്നും എന്ത് മാറുന്നില്ലല്ലോ, ഓക്സിജൻ വെച്ചിട്ടും ഇവൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ മാറാത്തതുകൊണ്ട് നമുക്ക് എക്കോ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി എക്കോ എടുത്തപ്പോൾ കുഞ്ഞിന് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷനും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി പ്ലസ് ന്യൂമോണിയ, ഈ 3 ബുദ്ധിമുട്ടാണ് കുഞ്ഞിനുള്ളത്. ഒരു സൈഡിലെ ഹൃദയം പ്രവർത്തിക്കണില്ല, അവിടുത്തെ ഹൃദയം ചുരുങ്ങി അവിടെ വീർക്കയൊക്കെ വരികയാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ ഓക്സിജൻ നിൽക്കാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി എന്താ ചെയ്യേണ്ടത്, അമ്മയും കുഞ്ഞും ഒന്നിച്ചായി, ഇനി എനിക്ക് എക്സാമിനാകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ, എനിക്ക് പഠിക്കാനും പറ്റണില്ല. അങ്ങനെ തിരിച്ച് ഞാൻ എല്ലാവരും എന്നെ വിളിച്ചു, ഒരാഴ്ചയും കൂടെ എക്സാമിന് നീ തിരിച്ചു വാ, നീ എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, നീ പോയി എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഹോസ്റ്റലിലേക്ക് വരികയാണ്. ഹോസ്റ്റലിൽ വന്നപ്പോൾ എല്ലാവരും പഠിക്കുകയാണ്, എനിക്ക് മാത്രം പഠിക്കാൻ പറ്റണില്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും പുസ്തകത്തിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. B1 പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം അത്രയും പഠിക്കാനുണ്ട്, അത്രയും പഠിക്കാനുണ്ട്. പക്ഷെ എനിക്ക് പഠിക്കണമെന്നൊന്നും തോന്നില്ല, കുഞ്ഞിൻ്റെ കാര്യം മാത്രം മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അവിടെ പഠിക്കാൻ വന്ന ആർക്കും തമ്മിൽ അറിയത്തില്ല, പലയിടത്തു നിന്ന് വന്ന ആൾക്കാരാണ്. വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സോണിയ എന്നാണ് ആ ചേച്ചീൻ്റെ പേര്. ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ വണ്ടാനത്തും കടപ്പുറ ഹോസ്പിറ്റലിൽ ഞാൻ പോസ്റ്റിങ്ങിന് നിന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് ഒരുപാട് ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ട് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, കേട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ വന്നാൽ നിൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും, നീ ഒന്ന് വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചേച്ചി എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഓൺലൈൻ വഴി നിനക്ക് ഉടമ്പടി എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാൻ പ്രാർത്ഥന പുസ്തകം തരാം, നീ പ്രാർത്ഥിക്കണം, കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുവരെ ഞാൻ കണ്ടിന്യൂസ് എന്നും പള്ളിയിൽ പോരുന്ന ആളാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് ഈ പ്രാർത്ഥന പുസ്തകം എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് വിചാരിച്ച് ദൈവമേ നീയായിട്ട് വീണ്ടും എനിക്ക് നിന്നിലോട്ട് അടുക്കാനുള്ളൊരു മാർഗ്ഗം തരുവാണല്ലോ, ഇതിനൊരു പരിഹാരമാണല്ലോ നീ എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം എടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചു. അന്ന് ബൈബിൾ എടുത്ത് നന്നായിട്ട് വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും പ്രതിസന്ധി. അപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് ആൾക്കാർ പറഞ്ഞു എടി നീ എക്സാം നിനക്ക് പിന്നാണെങ്കിലും എഴുതാം, നിനക്കിപ്പോൾ നിൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെ ആവശ്യത്തിൽ നീ കൂടെ നിൽക്കുക, ദൈവം ഒരു പക്ഷേ നിന്നെ അതിനായിട്ടായിരിക്കും ഇവിടെ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം എക്സാമിനേക്കാളും വലുതാണ് ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം. അപ്പോൾ എനിക്ക് അതിനായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ, എന്നെ അത്രയും വലിയ പ്രതിസന്ധിയിൽ ദൈവം എന്നെ നിർത്തിയല്ലോ എന്ന് എനിക്ക് വിചാരിച്ച്. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഞാൻ ആ തൈലം പ്രാർത്ഥന പുസ്തകമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു. അന്ന് ഇവന് സ്കാനിങ് ആണ്. സ്കാനിങ് രണ്ടാമത്തെ എക്കോ എടുക്കുന്ന ദിവസമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട്. ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എക്കോ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വേണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ കൊണ്ടുപോയി എക്കോ എടുത്തപ്പോഴത്തേക്കിന് ഡോക്ടർമാർക്ക് ആകെ അതിശയമാണ്, ഇത് അന്നത്തെ കുഞ്ഞു തന്നെയാണോ? രണ്ടാമത്തെ സ്കാനിങ്ങിൽ ഇവന് ഒരു കുഴപ്പമില്ല, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫംഗ്ഷൻ ഡിസ്ഫങ്ഷനും ഹൈപ്പർട്രോഫി ഒന്നുമില്ല. അവർ 2-3 വട്ടമാണ് അവർ എക്കോ എടുത്ത് ഈ കുഞ്ഞിന് വേണ്ടി നോക്കിയത്. 2-3 വട്ടം നോക്കിയപ്പോഴും കുഞ്ഞിനില്ല. ഞാൻ മാതാവേ, സഞ്ചാരി മാതാവേ, നീ എൻ്റെ ഒപ്പം വന്നല്ലോ മാതാവേ എന്ന് വിളിച്ചിരിക്കും. നിന്നെ വിശ്വാസമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ദൈവമാതാവ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ദൈവം എൻ്റെ ഒപ്പം വന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഹോസ്റ്റൽ എൻ്റെ ഒന്ന് കൂടെ നിന്ന് എല്ലാവർക്കും നല്ല വിശ്വാസമായി, നിനക്ക് ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ 3 മണി ആയപ്പോഴത്തേക്കിന് ഇവിടോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എനിക്ക് ആ ചേച്ചീനെ ചേട്ടനെ വലിയ പരിചയം കൂടിയില്ല, പക്ഷെ അവർക്ക് ഈ കൃപാസനത്തിൽ വന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവരുടെ വിശ്വാസത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലെ അറിയുകയും ഇവിടെ അന്ന് വരികയും ചെയ്തു. പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഇതുവരെ അച്ഛനെ കാണാൻ ആർക്കും അവസരം കിട്ടി. ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ആദ്യമായിട്ട് നീ ഉടമ്പടി എടുത്തു, നിനക്ക് ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 2 ആവശ്യം കൂടെ നിൻ്റെ എക്സാമിൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യമായിട്ട് ഞാൻ നിന്നു. പക്ഷെ എനിക്ക് എക്സാമിനേക്കാൾ കൂടുതൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അവിടെ ഞാൻ ഇവിടെ വന്ന് പള്ളിയിലിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു, ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് 2 ആവശ്യവും ഞാൻ കാണിച്ചു കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് വന്ന് എന്ന് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് കുരിശ് തന്നു, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവിൻ്റെ രൂപം തന്നു, അതും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നി എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ് സാക്ഷ്യം പറയാനായിട്ട് വരണമെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞ്. ഞാൻ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ഉണ്ട് അമ്മ എൻ്റെ അടുത്ത് പറയും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ഇതിൽ നിന്ന് മാറ്റി, ഇനി അവൻ ഓക്സിജനാണ് മാറ്റാൻ പറ്റാത്തത്, അതിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ കൃപാസനം വിടുന്നതിന് മുന്നേ വിളിച്ചപ്പോഴത്തേക്കിനുണ്ട് അച്ഛനെ ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതാണ് കുഞ്ഞ് ഓക്സിജനിൽ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ ആണ് ഇത്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു. അച്ഛൻ അതാണ് ഇവിടെ ദൈവത്തിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുക 3:30 ആയപ്പോൾ കുഞ്ഞിൻ്റെ ഓക്സിജൻ മാറ്റിയെന്ന്. ആ 3:30 സമയത്താണ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങിയ സമയമാണ്. ആ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി. അന്ന് തൊട്ട് ഇന്ന് വരെ കുഞ്ഞിന് ഓക്സിജനും വെച്ചിട്ടില്ല, സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല. ദൈവമാതാവും ഈശോയും ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം തന്നതിനായി ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 7 ആഴ്ച പള്ളി പോകാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. നാളെ ആകുമ്പോഴത്തേക്കിന് 7ാമത്തെ ആഴ്ചയാണ്. അവിടെ പാവങ്ങൾ ഒരുപാട് പേരാണ്. എൻ്റെ കയ്യിൽ എത്ര പൈസ, ഞാനിപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതെല്ലാവർക്കും ഞാൻ വിധിച്ച് ചായക്കാണെങ്കിൽ ചായക്കുള്ള പൈസ അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തനത്തിനായിട്ട്. പിന്നെ അന്ന് തന്നെ ഇവിടുന്ന് പത്രങ്ങൾ കിട്ടി. ഞാൻ പറയട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ ചേച്ചിയായിട്ട് അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം എൻ്റെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പത്രം ഒരു പ്രാവശ്യം പോലും ഞാൻ തുറന്നു നോക്കുമോ അത് വായിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഞാൻ കൊടുത്തു, നീയും വായിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ മാതാവ് എനിക്ക് തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൻ്റെ പത്രത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന്. ഞാനിവിടെ വന്നു, ആ ചേച്ചിക്കും കൃപാസനത്തിൻ്റെ പത്രം ഞങ്ങൾ വാങ്ങി. ആ പത്രം ഞങ്ങൾ നേരെ ഇവിടുന്ന് അന്ന് ശനിയാഴ്ച ഞങ്ങൾ വന്ന് അന്ന് തന്നെ നേരെ ചേച്ചിയും കുഞ്ഞും കിടക്കുന്ന ആശുപത്രി പോയി. അവിടെ എത്ര രോഗികളുണ്ടോ അത്രയും പേരെടുത്ത് കൃപാസനത്തിലെ കാര്യം പറയുകയും ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയ കാര്യവും നിങ്ങൾ ഇതേപോലെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പത്രം എല്ലാവർക്കും കൊടുത്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട്, അതെനിക്ക് അറിയുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൃപാസനത്തിലൂടെ മാതാവ് എൻ്റെ കുഞ്ഞിന് നല്ല സൗഖ്യത്തിന് മാതാവിനും എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നന്ദി പറയുന്നു മാതാവിന്.